നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച സാർവദേശീയ സാഹിത്യോത്സവം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ, പുത്തൂർ കൃഷിഭവനുകളുടെ കർഷക ദിനാചരണം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 4 ഇഞ്ച് വീതം ഉയർത്തി. ഇതോടെ 9 ഇഞ്ചാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. വടക്കാഞ്ചേരി അത്താണി ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സാർവദേശീയ സാഹിത്യോത്സവത്തിന് തിരിതെളിഞ്ഞു. ലോകത്തിന് മുന്നിൽ കേരളം മുന്നോട്ട് വയ്ക്കുന്ന മതനിരപേക്ഷ ബദലാണ് സാർവദേശീയ സാഹിത്യോത്സവമെന്ന് മന്ത്രി കെ രാജൻ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന് സാഹിത്യകാരൻ വൈശാഖൻ പതാക ഉയർത്തിക്കൊണ്ട് തുടക്കം കുറിച്ചു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ സാർവദേശീയ സാഹിത്യോത്സവം ILFK 2ാം പതിപ്പ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിന് കേരള സാഹിത്യ അക്കാദമി MD ഓഡിറ്റോറിയം എന്ന് പേരിടലും മന്ത്രി നിർവഹിച്ചു. നുണകൾ പ്രചരിപ്പിക്കുകയും നുണകൾ ഉപയോഗിച്ചുകൊണ്ട് സാഹിത്യ സൃഷ്ടി നടത്തുകയും അതിനെ സ്ഥാപിക്കുകയും ചെയ്യുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന അന്തരീക്ഷത്തിൽ ലോകത്തിനു മുൻപിൽ കേരളത്തിന് മുന്നോട്ട് വയ്ക്കുവാനുള്ള ഒരു മതനിരപേക്ഷ ബദലാണ് സാർവദേശീയ സാഹിത്യോത്സവമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരികത മനഃപൂർവ്വം തിരസ്കരിക്കപ്പെടുന്നു എന്നതുകൂടി നാം തിരിച്ചറിയേണ്ട ഘട്ടമാണിത്. നാടിന്റെ സാംസ്കാരിക മുന്നേറ്റങ്ങളെ തകർക്കുവാൻ അസത്യജടിലവും വികലവുമായ സിനിമകൾ പോലും പടച്ചുവിടുന്ന അതിഭീകരമായിട്ടുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഈ സാഹിത്യോത്സവത്തെ ഏറ്റവും സമ്പന്നമാക്കുന്ന ചടങ്ങാണ് സാഹിത്യ അക്കാദമിയുടെ ഓഡിറ്റോറിയത്തിന് 2ാം ഊഴത്തിന്റെയും കാലത്തിന്റെയും നാലുകെട്ടിന്റെയും എല്ലാം പ്രിയങ്കരനായ എഴുത്തുകാരൻ MT വാസുദേവൻ നായരുടെ പേരിൽ സമർപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് സാർവദേശീയ സാഹിത്യോത്സവമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തുകൊണ്ട് പറഞ്ഞു. 8000-ൽ പരം പൊതു വായനശാലകളിലും കലാലയങ്ങളിലും സർവകലാശാലകളിലും വിദ്യാലയങ്ങളിലുമുള്ള അക്കാദമിക് ലൈബ്രറികളും ചേരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ലൈബ്രറികളുടെ ഗാഢത ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഫെസ്റ്റിവൽ ബുക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്തിന് നൽകി പ്രകാശനം ചെയ്തു. ചടങ്ങിൽ പി ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K സച്ചിദാനന്ദൻ ഫെസ്റ്റിവൽ പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർപേഴ്സൺ മട്ടന്നൂർ ശങ്കരൻകുട്ടി, നേപ്പാൾ സാഹിത്യകാരന്മാരായ ഭുവൻ തപാലിയ, അമർ ആകാശ്, കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരുവള്ളൂർ മുരളി, അക്കാദമി ജനറൽ കൌൺസിൽ അംഗം വിജയ രാജമല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിന് കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി CP അബൂബക്കർ സ്വാഗതവും കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം VS ബിന്ദു നന്ദിയും പറഞ്ഞു. ഓഗസ്റ്റ് 21 വരെ കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിൽ കലാസാംസ്കാരിക പരിപാടികളടക്കം 70ഓളം സെക്ഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, കുട്ടികളുടെ സാഹിത്യോത്സവം, കലാപരിപാടികൾ, നാടകം തുടങ്ങി 3 വേദികളിലായി വിവിധ പരിപാടികൾ അരങ്ങേറും. പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നാടാണ് കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിൽ. സാഹിത്യ പ്രസ്ഥാനവും വായനശാലകളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നാടക പ്രസ്ഥാനങ്ങളും ഒക്കെ വഹിച്ച പങ്ക് ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി പിടിപ്പിക്കപ്പെട്ട ഒന്നാണ്. കേരളം കണ്ട സമാനതകളില്ലാത്ത കർഷക തൊഴിലാളി സമരങ്ങൾ എങ്ങനെയാണ് നാടിനെ ഇളക്കി മറിച്ചത്, അതുപോലെയോ അതിനേക്കാൾ കരുത്തോടെയോ കേരളത്തിലെ നാടക പ്രസ്ഥാനങ്ങളും സാഹിത്യ പ്രസ്ഥാനങ്ങളും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും നവോത്ഥാനത്തിന്റെ നാടായി കേരളത്തെ മാറ്റാൻ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത സംഭവങ്ങൾ കേരളത്തിലെ ചരിത്രത്തിലെ ആരാനും മറക്കാൻ പറ്റാത്ത അഭിമാനകരമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കേരളത്തിന്റെ നവോത്ഥാനത്തിനും അപ്പുറത്ത്
നാട് നേടിയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ബഹുസ്വരതയുടെയും ചിന്തകളെ തകർക്കാനും ഭരണഘടനയെ തന്നെ ഉന്മൂലനം ചെയ്യാനും ശ്രമിക്കുന്ന ശക്തികൾ എല്ലാ വിധത്തിലുള്ള ഫാസിസ്റ്റ് രൂപങ്ങളോടെ സാംസ്കാരിക മേഖലകളിൽ ഉൾപ്പെടെ ഇടപെടുന്ന അപകടകരമായിട്ടുള്ള ഒരു കാലത്തിന്റെ നടുവിലാണ് സാംസ്കാരിക പ്രവർത്തകർ ഒറ്റപ്പെട്ടു പോകാത്ത വിധം നമ്മുടെ നാട്ടിൽ ഉയർത്തിപ്പിടിക്കേണ്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചും അതിന്റെ വഴികളെ കുറിച്ചും നാം നടത്തേണ്ട അനിവാര്യമായ കടമകളെ ലോകത്തിനോട് തന്നെ സംവദിക്കാൻ സാംസ്കാരിക തലസ്ഥാനമായിട്ടുള്ള ഈ തൃശൂർ വേദിയായി. നടത്തറ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മൂർക്കനിക്കര ഗവൺമെന്റ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ മികച്ച SC കർഷകൻ, വനിതാ കർഷക, ജൈവ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, മുതിർന്ന കർഷകൻ, പ്രവാസി കർഷകൻ, ക്ഷീരകർഷകൻ, തേനീച്ച കർഷകൻ, മത്സ്യ കർഷകൻ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരെയും മികച്ച കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. നടത്തറ പഞ്ചായത്തും നടത്തറ കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കാർഷിക വികസന സമിതി, പച്ചക്കറി ക്ലസ്റ്ററുകൾ, സഹകരണ സംഘങ്ങൾ, പാടശേഖര സമിതികൾ, ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ തുടങ്ങിയവ സംയുക്തമായാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം KV സജു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ EN സീതാലക്ഷ്മി, കൃഷി ഓഫീസർ അനില, പഞ്ചായത്ത് അംഗങ്ങളായ KJ ജയൻ, MS അശോക് കുമാർ, ജിനിത സുഭാഷ്, ബിന്ദു സുരേഷ്, സിന്ധു ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പീച്ചി ഡാം ഷട്ടറുകൾ വീണ്ടും ഉയർത്തും. പീച്ചി ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്ന് ഡാമിന്റെ 4 ഷട്ടറുകളും കൂടുതൽ ഉയർത്തുമെന്ന് പീച്ചി ഹെഡ്വർക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. നിലവിൽ 5 ഇഞ്ച് വീതം തുറന്നിരിക്കുന്ന 4 ഷട്ടറുകളും ഓഗസ്റ്റ് 18 രാവിലെ 8 മണി മുതൽ ഘട്ടം ഘട്ടമായി 4 ഇഞ്ച് കൂടി ഉയർത്തും. ഇതോടെ ഷട്ടറുകൾ ആകെ 9 ഇഞ്ച് ആയാണ് ഉയർത്തുക. ഷട്ടറുകൾ ഉയർത്തുന്നതിനെ തുടർന്ന് മണലി, കരിവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിലുള്ളതിനേക്കാൾ പരമാവധി 20 സെന്റിമീറ്റർ വരെ ഉയരുവാൻ സാധ്യതയുള്ളതിനാൽ പുഴയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പുത്തൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുത്തൂർ കുരിശുമൂല കല്യാണ മണ്ഡപത്തിൽ നടത്തിയ ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പരിധിയിലെ മികച്ച SC കർഷകൻ, വനിതാ കർഷക, ജൈവ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, മുതിർന്ന കർഷകൻ, പ്രവാസി കർഷകൻ, ക്ഷീരകർഷകൻ, തേനീച്ച കർഷകൻ, മത്സ്യകർഷകൻ എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവരെയും മികച്ച കർഷക തൊഴിലാളികളെയും ചടങ്ങിൽ മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. പുത്തൂർ പഞ്ചായത്തും പുത്തൂർ കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കാർഷിക വികസന സമിതി, പച്ചക്കറി ക്ലസ്റ്ററുകൾ, സഹകരണ സംഘങ്ങൾ, പാടശേഖര സമിതികൾ, ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങൾ എന്നിവ സംയുക്തമായാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത്. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായ ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, പഞ്ചായത്ത് അംഗങ്ങളായ PB സുരേന്ദ്രൻ, ബിന്ദു സേതുമാധവൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സതി പുഷ്പാങ്കരൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ BM രമ്യ, പുത്തൂർ കൃഷി ഓഫീസർ നിമിഷ AM തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നമ്മുടെ എല്ലാ കർഷകർക്കും മാതൃകയായി നൽകാവുന്ന ഒരു കർഷകനാണ്. തന്റെ 76 വയസ്സ് പ്രായത്തിലും കർഷകരെല്ലാവരും എന്താ പറയുക നല്ല രീതിക്ക് ചെയ്ത് നമുക്ക് മറ്റ് കർഷകർക്കും കൂടി മാതൃകയാകുന്ന ശ്രീ പ്രകാശൻ എന്നവരെ ക്ഷണിച്ചുകൊള്ളുന്ന അടുത്തതായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തതായി തേനീച്ച കൃഷിയിൽ വരന്തരപ്പള്ളി, അതുപോലെ പറ്റത്തൂർ, പുത്തൂര് 3 പഞ്ചായത്തുകളിലും കൂടി നല്ല രീതിയിൽ തേനീച്ച കൃഷി ചെയ്തു വരുന്നു. മറ്റ് കർഷകർക്കും കൂടി മാതൃകയായ CTCRA കൊടുത്ത ഗജേന്ദ്ര എന്ന തരത്തിലുള്ള ചേന, അതുപോലെ മരച്ചീനി എന്നീ കൃഷിയിൽ നല്ല രീതിയിൽ മാതൃകയായി ചെയ്തു വരുന്നുണ്ട്. കുറച്ച് എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ നവീന രീതിയിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. എല്ലാ സ്ഥലവും കൃഷിയോഗ്യമാക്കി വരുന്നുണ്ട്.
കൃഷി ചെയ്ത് കോഴി, പശു എന്നിവയെല്ലാം നന്നായി പരിപാലിച്ചു വരുന്നുണ്ട്. പൊതുതലമുറയ്ക്ക് മാതൃകയാക്കാവുന്ന ഒരു കുട്ടി കർഷകനാണ്. അടുത്തത് ക്ഷീര കർഷക എന്ന നിലയ്ക്ക് ഓരിക്ക് മറ്റു ക്ഷീര കർഷകർക്ക് മാതൃകയാകുന്ന ഒരു വനിതാ കർഷകയാണ്. ബ്രാല്, കരിമീൻ, ബ്രാലി 20,000, കരിമീൻ 10,000, 50 സെന്റ് സ്ഥലത്ത് മുഴുവൻ മത്സ്യകൃഷി ചെയ്തു വരുന്നുണ്ട്. ഇത് കഴിയുന്ന മുറയ്ക്കാൻ എല്ലാ അവാർഡ് ജേതാക്കളും വരികയാണെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന കർഷക പ്രതിനിധികളെ ഇന്നിവിടെ ആദരിക്കും. അവരെ ആദരിക്കലാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണവും പ്രധാനപ്പെട്ട അതിഥി. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതുകൊണ്ട് ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഇത് കൊടുത്താൽ പ്രസംഗിച്ചിട്ടാകാം എന്ന് തീരുമാനിച്ചു പ്രിയപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി എത്തിച്ചേരാൻ ഞങ്ങളൊരു അറ്റത്ത് നിന്ന് തുടങ്ങി ഇനി നടപ്പുറ പഞ്ചായത്തിൻ്റെ കൂടി പരിപാടി കഴിഞ്ഞിട്ട് വേണം മറ്റു ചില ചടങ്ങുകളിലേക്ക് കിടക്കാൻ. അതുകൊണ്ട് ഞാൻ ദീർഘമായിട്ടുള്ള പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. നമുക്ക് ഈ 2025 നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. 2025 നമ്മുടെ നാട്ടിൽ എല്ലാ വിധത്തിലും സമൃദ്ധിയുടെ ഒരു വർഷമായി മാറാൻ പോകുകയാണ്. ദീർഘമായിട്ടുള്ള ഒരു കാലത്തിന് ശേഷം പുത്തൂരിലെ സ്കൂളറ്റിക്കൽ പാർക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കൊടുക്കാൻ പോകുന്ന വർഷമാണ് 2025. സാധാരണ നിലയിൽ പുത്തൂർ സ്കൂളറ്റിക്കൽ പാർക്കിനെ കുറിച്ച് മാത്രമായിരുന്നു നമ്മുടെ ശ്രദ്ധ. കർഷക കോൺഗ്രസ് തൃശൂർ ജില്ലയിൽ എല്ലാ നിയോജക മണ്ഡലത്തിലും കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിച്ചു. തൃശൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജില്ലാതല ഉദ്ഘാടനം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പൂലുവളപ്പിൽ നിർവഹിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹരിത് പി കല്ലുപാലം അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ എൻ ഗോവിന്ദൻകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സുരേഷ് പാറയിൽ, ജോർജ് പന്തലുകാരൻ, ജോസ് എലുവത്തിങ്കൽ, ആന്റണി, ചന്ദ്രൻ, ജെറാൾഡ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സുമേഷ്, അബ്ദുൾ കരീം തുടങ്ങിയവർ സംസാരിച്ചു. 9 വർഷമായി കർഷകർ കണ്ണീരിലാണ്. നെല്ലു കൊടുത്തതിന്റെ പണം കിട്ടിയിട്ടില്ല. കടക്കെണി മൂലം കർഷകർ ആത്മഹത്യ ചെയ്യുന്നു. വന്യമൃഗശല്യം മൂലം കൃഷി നശിപ്പിക്കുന്നു. കർഷകരെ കാട്ടാനയും പന്നിയും ചവിട്ടിക്കൊല്ലുന്നു. യാതൊരു പരിഹാരവും സർക്കാർ എടുക്കുന്നില്ല. അതിനാൽ ചിങ്ങം 1 കണ്ണീർ ദിനമായി ആചരിച്ചു. ഇനിയൊരു ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്തത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു.
ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ആദരണീയം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ചിങ്ങം-1 കർഷക ദിനത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. അനുമോദന യോഗം മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേരമ്പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് അജി അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ, മുൻ മേയർ IP പോൾ, KPCC സെക്രട്ടറി A പ്രസാദ്, K ഗോപാലകൃഷ്ണൻ, KP രാധാകൃഷ്ണൻ, നിർമ്മല കോൺവെന്റ് ഹെഡ്മിസ്ട്രസ് K സുരേഷ്, കൗൺസിലർ സുനിത വിനു, ശരത് ചന്ദ്രൻ മച്ചിങ്കൽ, സാജൻ C ജോർജ്, രാമചന്ദ്രൻ പുത്തൂർക്കര, അഡ്വക്കേറ്റ് ആശിഷ് മുത്തേടത്ത്, ജോർജ് പന്തലുകാരൻ, ജെൻസൺ ജോസ് V ലീലാകരൻ, സത്യഭാമ ടീച്ചർ, ഹരിത് കല്ലുപാലം, V രതീശൻ, ഇസ്മായിൽ ഷെറീഫ്, അബ്ദുൾ ഗഫൂർ, ചന്ദ്രൻ, ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. മച്ചാട് ക്ലബ് ഓഫീസ് ഉദ്ഘാടനം, പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും. പുന്നമ്പറമ്പ് മച്ചാട് ലയൺസ് ക്ലബിന്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനവും 2025-26 വർഷത്തെ ഭാരവാഹികളുടെയും സ്ഥാനാരോഹണവും നടന്നു. നിലവിലെ പ്രസിഡന്റ് റോജസ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 318D സെക്കൻഡ് VDG ലയൺ KM അഷ്റഫ് PMJF ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ വർഷത്തെ PST ആയി ലയൺ ഷാജു കുറ്റിക്കാടൻ, സെക്രട്ടറി ഗീത KK, ട്രഷറർ എൽദോസ് മുളന്താനത്ത് തുടങ്ങിയവർ സ്ഥാനമേറ്റു. ഒപ്പം 2025-26 വർഷത്തെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും സ്ഥാനമേറ്റു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിച്ചു. ഡിസ്ട്രിക്ട് ചെയർപേഴ്സണും ചാർട്ടേഡ് പ്രസിഡന്റുമായ ലയൺ ഷാജു തോമസ് സ്വാഗതവും ലയൺ ജയപ്രസാദ് കള്ളത്തിൽ നന്ദിയും രേഖപ്പെടുത്തി. വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരിയിൽ നിന്ന് കുറച്ച് വർഷങ്ങളായിട്ട് 10-25 വർഷം മുന്നേ ആയിട്ട് അത്താണി മിനാലൂരിലേക്ക് മാറി താമസിച്ചു എന്ന് മാത്രമുള്ളൂ. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് ജനിച്ചതും വളർന്നതും. പഠിച്ചത് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ് പഠനം തുടങ്ങി വെച്ചത്. പിന്നെ അതിനുശേഷം വ്യാസ കോളേജിലാണ് അത് പൂർത്തീകരിച്ചത്. അപ്പോൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ അംഗങ്ങളുമായിട്ട് എനിക്ക് ഏറ്റവും അടുത്ത സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ സൗഹൃദത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് കുറച്ച് ബാക്കിലിരിക്കുന്ന നമ്മുടെ വ്യാസചേട്ടൻ ഇരിക്കുന്നുണ്ട്. നമ്മുടെ വടക്കാഞ്ചേരി സെൻട്രൽ ലയൺസ് ക്ലബിൻ്റെ സുഭാഷ് പുഴക്കലിൻ്റെ സഹോദരനാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം സഹോദരനാണെങ്കിലും ഇവിടുത്തെ ഷാജുവായിട്ടുള്ള ബന്ധം, സൗഹൃദം എനിക്കറിയാത്രയ്ക്കും അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയാണ് വ്യാസേട്ടൻ. ക്ലബിൽ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഒരിക്കലും ഇതിൽ ആക്റ്റീവ് ആവും എന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ഷാജു തോമസാണ് എന്നെ ഇതിൽ ചേർത്തിയത്. അതൊരു നല്ല മനസ്സോടെയാണ് ഞാൻ തുടക്കത്തിൽ ചേർന്നത്. പക്ഷേ ലയൺസ് ക്ലബിൻ്റെ ഓരോ പ്രവർത്തനവും എന്നെ ഇതിലേക്ക് ആകർഷിക്കുകയായിരുന്നു, ഇതിൻ്റെ സർവീസുകളും മറ്റു പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തുടക്കം മുതൽ എല്ലാ പ്രവർത്തനത്തിലും ഭൂരിഭാഗം എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അതുപോലെ ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെല്ലാ സഹകരണവും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഷ്റഫ് ജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുന്ദരനും സുമഗ്നും ആണ്. ആളെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആൾ ആദ്യ ഘട്ടങ്ങളിലൊന്നും ഗവർണർ ആകാതിരുന്നത്. നമ്മുടെയൊക്കെ നഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതെ, ഓരോരുത്തരും ഓരോ സമയം ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ ആളൊരു കാര്യം പറഞ്ഞില്ലേ, എൻ്റെ പ്രവർത്തനം ആൾ ഗവർണറായി മത്സരിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആളെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വലിയ ഇതില്ല, അപ്പം നീ വീട്ടിലേക്ക് വരണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ എന്നെ കാണുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യായിരുന്നു, കോണിയുടെ മുകളിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പെയിൻ്റ് ഡ്രസ്സ് ഇട്ടിട്ട്. പക്ഷേ ആ സമയത്ത് ആൾ എന്നെ വന്ന് കൈ പിടിക്കാൻ മാത്രമല്ല ആലിംഗനം ചെയ്തു. അതെൻ്റെ മനസ്സിൽ ഒരുപാട് ചലനം സൃഷ്ടിച്ചു.
അതാണ് ലയണിസം. ലയണിസത്തിന് വലിപ്പ ചെറുപ്പമില്ല എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അന്നല്ല, അതിന് മുന്നും മനസ്സിലായി. പക്ഷേ അഷ്റഫിജിയുടെ ആ ഒരു പ്രത്യേക പ്രവർത്തനം കൊണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നെല്ലിക്കുന്ന് മാർ തിമത്തിയോസ് പള്ളി ഷെയർ ആൻഡ് കെയർസ് പ്രസ്ഥാനം കാലം ചെയ്ത അഭിമന്യ ഡോക്ടർ മാർ അപ്രേ മെത്രാപ്പൊലീത്തയുടെ 41ാം ചരമദിനത്തോടനുബന്ധിച്ച് തൃശൂർ ജനറൽ ആശുപത്രിയിലെ 41 വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ധനസഹായ കൂപ്പൺ അഭിമന്യ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലീത്ത, ഡോക്ടർ പ്രശാന്ത്, ഡോക്ടർ വിഷ്ണു എന്നിവർക്ക് കൈമാറുന്നു. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വടക്കാഞ്ചേരി അത്താണി ബൈപ്പാസ് പറമ്പായി റോഡ് നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം PS വിനയൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, CPIM ലോക്കൽ സെക്രട്ടറി NG സന്തോഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചാണ് നവീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. പാസ്സാക്കി കഴിഞ്ഞ് അതിന് എസ്റ്റിമേറ്റ് എടുക്കണം. എസ്റ്റിമേറ്റിന് TS കിട്ടണം. TS കഴിഞ്ഞ് ആ TSന്റെ അടിസ്ഥാനത്തിൽ ടെൻഡർ വിളിക്കണം. ടെൻഡർ ആദ്യം വിളിച്ചിട്ട് എടുത്തില്ല. രണ്ടാമതും ഒരു ടെൻഡർ വിളിച്ചു, അപ്പോഴും കരാറുകാരുണ്ടായില്ല. മൂന്നാമത് കൊട്ടേഷൻ കൊടുത്തു. അങ്ങനെയാണ് കരാറുകാരെ കണ്ടെത്തി ശ്രീ അബ്ദുൽ നാസറിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 2 പ്രാവശ്യത്തെ ടെൻഡറും 1 പ്രാവശ്യത്തെ കൊട്ടേഷനും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ വ്യതിയാനവും കാരണമാണ് സ്വാഭാവികമായിട്ടും ഒരു തടസ്സം ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്കറിയാം. നമ്മൾ സാധാരണ മെയ് മാസത്തിലൊക്കെ നിർമ്മാണം നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ പ്രവൃത്തികളും മെയ് മാസത്തിൽ തുടങ്ങാൻ പറ്റാതെ വന്നു. മെയ് മാസത്തിൽ മഴ, ജൂൺ മാസത്തിൽ തകർത്ത് പെയ്യുന്ന മഴ, ജൂലൈ മാസത്തിലും മഴ, ഓഗസ്റ്റ് മാസത്തിലും മഴ, ഇനി സെപ്റ്റംബർ മാസത്തിലും മഴയാണോ? ഇത് എത്രത്തോളം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയുണ്ട്. ഇനി ഇതൊക്കെ അവഗണിച്ച് മഴക്കാലത്ത് ഇത് ടാറിങ് ചെയ്യാൻ കഴിയും. നല്ല ഉണക്കില്ലാത്ത ഒരു സാഹചര്യത്തിൽ ടാറിങ് നടത്തി കഴിഞ്ഞാൽ പിന്നെ 3 മാസം കഴിഞ്ഞ് ഇപ്പൊ അനാവശ്യമായി സമരം നടത്തുന്നവർക്ക് സമരം നടത്താൻ ഒരു അവസരം ഉണ്ടാവും അല്ലേ? അപ്പൊ പറയും റോഡ് ഇതാ പൊളിഞ്ഞു, ടാർ ചെയ്തിട്ട് 2 മാസമായിട്ടുള്ളൂ, അതുകൊണ്ട് പൊളിഞ്ഞു, ആ റോഡിൽ അഴിമതിയാണ്, ക്രമക്കേടാണെന്ന് പറഞ്ഞിട്ടുള്ള സമരം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സമയബന്ധിതമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. ഇവിടെ നമ്മൾ 2 തരത്തിലാക്കി. കട്ട വിരിക്കേണ്ട പ്രദേശം കട്ട വിരിച്ചു, കൾവർട്ട് പുനർനിർമ്മിക്കുന്നു, ടാർ ചെയ്യേണ്ട ഭാഗം ടാർ ചെയ്തു. അങ്ങനെയല്ലേ നമുക്ക് ഇടപെടാൻ പറ്റുക. അതെ, സൈഡ് കോൺക്രീറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നു. ആ തരത്തിലുള്ള എല്ലാ ഇടപെടലും നടത്തി നമ്മൾ വളരെ മനോഹരമായി ഈ റോഡിന്റെ പ്രദേശം നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കും എന്ന് ഈ അവസരത്തിൽ നമുക്ക് ഉറപ്പു നൽകുകയാണ്. പൊന്നൂക്കര സെന്റ് ജോസഫ് ദേവാലയത്തിലെ പൂർവ്വ മതാധ്യാപക സംഗമവും മതബോധന ദിനാഘോഷവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഞായറാഴ്ച വൈകിട്ട് പള്ളി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി പുത്തൂർ ഫൊറോന വിശ്വാസ പരിശീലന പ്രൊമോട്ടർ ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ ഉദ്ഘാടനം നിർവഹിച്ചു. പള്ളി വികാരി ഫാദർ ജിമ്മി കല്ലിങ്കൽക്കുടിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസിപ്പാൾ ജോജു ചിറമൽ, സെക്രട്ടറി ബേബി ബൈജു, കേന്ദ്രസമിതി കൺവീനർ ആന്റണി ചീരമ്പൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ മാർട്ടീന, PTA പ്രസിഡന്റ് ജെയ്സൺ കണ്ണമ്പുഴ, കൈക്കാരൻ ജോസ് താഴേക്കാടൻ, സ്കൂൾ ലീഡർ മരിയ റോബിൻ തുടങ്ങിയവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകരെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രാർത്ഥനകൾ സംസാരങ്ങളുടെ ദൈവത്തെ ബഹുമാനിക്കും. പക്ഷേ വിശ്വാസ പരിശീലനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് അതരവും ഹൃദയവും തമ്മിലൊരു കണക്ഷൻ കൊണ്ടുവരുന്നതാണ്. അതരവും ഹൃദയവും. അപ്പൊ അതരത്തിലൂടെ ദൈവത്തെ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. പക്ഷെ ഹൃദയം എന്ന് പറയുമ്പോൾ അത് വളരെ നെഗറ്റീവാണ്, കപടതയാണ്. അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള കുട്ടികൾ എല്ലാവരും പരിപാടികളുടെ പുറകിലാണ്. മാതാപിതാക്കന്മാരെ എല്ലാവരോടും എനിക്ക് പറയാനായിട്ടുള്ള ഒരു സന്ദേശം, സന്ദേശം എന്ന് പറയുന്നത് ഹൃദയവും മധുരവും തമ്മിലൊരു ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്ന സാധ്യത. ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് വരുമ്പോൾ
ഉള്ളിന്റെ ഉള്ളിൽ ആ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരു ചൈതന്യമില്ലാതെ വിശുദ്ധ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ തത്വം. അതുകൊണ്ട് വിശ്വാസത്തെ വിജയിക്കുന്നത് അതരവും ഹൃദയവും തമ്മിലുള്ള കണക്ഷൻ വരുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ആശംസകൾ നേരുന്നു. ഏതാണ്ട് 14 എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതൊരു ചരിത്ര നിമിഷമാണ്. വളരെ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം പൊന്നൂക്കരക്കാർക്കും രാജേശ്വരും എല്ലാവർക്കും നേരെയാണ്. രാത്രി മനോഹരമായ ഒരു ഹോള് നിങ്ങൾക്ക് പണിയാൻ സാധിച്ചു എന്നുള്ള വലിയ കാര്യമാണ്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ.
മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. RSS പൊന്നൂക്കര ശാഖയുടെ നേതൃത്വത്തിൽ രക്ഷാബന്ധൻ മഹോത്സവം സംഘടിപ്പിച്ചു. പൊന്നൂക്കര സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സന്തോഷ് കോമ്പാൻ, അഖിൽ പാണഞ്ചേരി, സുമേഷ് പുന്നംകുഴി, രഞ്ജിത്ത് CR തുടങ്ങിയവർ സംസാരിച്ചു. പ്രദേശത്തെ മികച്ച കർഷകനെയും മികച്ച പാട്ടുകാരനെയും ചടങ്ങിൽ ആദരിച്ചു. കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കല്ലൂർ ബാബു തൽസ്ഥാനം രാജിവെച്ചു. കോൺഗ്രസ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളാണ് രാജിക്ക് കാരണമെന്ന് പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന സാഹചര്യത്തിൽ നേതാക്കളുടെ രാജി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയേക്കും. ഭാവിയിൽ ഇടതു പാർട്ടികളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനാണ് ലക്ഷ്യമെന്നും പറയുന്നു. എന്നാൽ രാജിക്കത്ത് നേരിട്ട് ലഭിച്ചിട്ടില്ലെന്ന് DCC അധ്യക്ഷൻ ജോസഫ് ടാർജറ്റ് വ്യക്തമാക്കി. നെല്ലങ്കര മാർ എസ്തപ്പാനോസ് സഹദായ പള്ളി നവതിയോടനുബന്ധിച്ച് പുറത്തിറക്കിയ സ്റ്റിക്കറിന്റെ പ്രകാശനം സഭയിലെ സീനിയർ വൈദികൻ ബഹുമാനപ്പെട്ട AC ആന്റോണി അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിർവഹിച്ചു. ഇടവക കൈക്കാരന്മാരായ തിമോത്തി വടക്കൻ, ജിസ്മോൻ ഡേവിസ്, പാരിഷ് കൗൺസിൽ അംഗങ്ങളായ ജീസ് AJ, ജിൻസൺ പോൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നവതി പ്രൊമോഷൻ ആൻഡ് പബ്ലിസിറ്റി അംഗങ്ങളായ രേഷ്മ ടോണി, CG ജീസ്, ജോയ്സി സെബി, GB ഫ്രാൻസിസ്, ഡിക്സൺ തിമോത്തി, ലിൻഡോ വർഗീസ്, റിയോ ജോസി, റിൻഡോ ജോസി തുടങ്ങിയവർ നേതൃത്വം നൽകി. അനധികൃത അറവുമായി ബന്ധപ്പെട്ട് വെറ്ററിനറി ഡോക്ടർ വീണ അനിരുദ്ധ്, PHIമാരായ ജിബിൻ, അഞ്ജു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ നെല്ലിക്കുന്ന്, രാമവർമ്മപുരം എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. ഭക്ഷ്യയോഗ്യമല്ലാത്ത മാംസം പിടികൂടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച സാർവദേശീയ സാഹിത്യോത്സവം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. നടത്തറ, പുത്തൂർ കൃഷിഭവനുകളുടെ കർഷക ദിനാചരണം മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ 4 ഇഞ്ച് വീതം ഉയർത്തി. ഇതോടെ 9 ഇഞ്ചാണ് ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നത്. വടക്കാഞ്ചേരി അത്താണി ബൈപ്പാസ് റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.